ഹരിയാനയിൽ നിർണായക നീക്കത്തിനൊരുങ്ങി ആം ആദ്മി പാർട്ടി. കോൺഗ്രസുമായുള്ള സഖ്യത്തിനായി ഇന്ന് കൂടി കാത്തിരിക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. സഖ്യമില്ലെങ്കിൽ 50 സീറ്റിൽ മത്സരിക്കാനാണ് നീക്കം. വിവരങ്ങൾ നൽകാൻ ഭദ്ര ചേരുന്നുണ്ട്. ഭദ്ര, നിർണായക നീക്കങ്ങളാണ് അവിടെ ഹരിയാനയിൽ നിർണായക നീക്കങ്ങളാണ് ഒരുങ്ങുന്നത്. ഇത് BJPക്ക് എത്രമാത്രം തിരിച്ചടിയാണ് നൽകുന്നത്? വിശദാംശങ്ങൾ. തീർച്ചയായും ശ്രുതി, എന്തായാലും ഹരിയാനയിൽ നാടകീയമായ കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസിന്റെ ഏറ്റവും പ്രതീക്ഷയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഹരിയാന എന്ന് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ 5 സീറ്റ് നേടിയത് ഒരു ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നിയമസഭാ സീറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ എണ്ണത്തിലാണെങ്കിൽ പോലും കോൺഗ്രസിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതിനിടയിലാണ് ആം ആദ്മി പാർട്ടിയുടെ ഒരു നിലപാട് ഇപ്പോൾ വരുന്നത്. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തിൽ തീരുമാനം ഇന്ന് ഉണ്ടായില്ല, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനമുണ്ടായില്ല എങ്കിൽ സ്വന്തമായ നിലപാടിലേക്ക് പോവുകയാണ് ആം ആദ്മി പാർട്ടി. അതായത് ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് 50 സീറ്റിൽ തങ്ങൾ മത്സരിക്കും എന്നുള്ളൊരു കാര്യമാണ്. മാത്രമല്ല, ഇന്ന് തീരുമാനമുണ്ടായില്ലെങ്കിൽ നാളെ തന്നെ സ്ഥാനാർത്ഥികളുടെ ആദ്യത്തെ പട്ടിക പുറത്തുവിടും എന്നുള്ളൊരു സൂചന കൂടി ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നാക്ക സമുദായത്തിൽ 50% സീറ്റ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജാട്ട് വിഭാഗമാണ് കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രം, അല്ലെങ്കിൽ അവിടെയാണ് അവരുടെ ഒരു കണ്ണ് എന്ന് പറയുന്നത്. അവിടെയും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ JJPയും അതുപോലെ INLDയും ഒക്കെ തന്നെ അവിടെ വോട്ട് വിഭജിക്കാനുള്ള സാധ്യതകൾ മുൻനിർത്തി നിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലം മുന്നിൽ കണ്ടുകൊണ്ടാണ് മറ്റ് സഖ്യ പാർട്ടികളെയൊക്കെ കൂടിക്കൊണ്ട് ഒരു സഖ്യം രൂപീകരിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ് നീങ്ങിയത്. അങ്ങനെയാണ് ആം ആദ്മി പാർട്ടിയുമായുള്ള ഒരു അലയൻസിലേക്ക് വരുന്നത്. പക്ഷേ ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് വ്യക്തമായ ഒരു നിലപാട് എന്താണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ളത് എന്നൊരു കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കാത്തൊരു സാഹചര്യത്തിലാണ് കടുത്ത തീരുമാനത്തിലേക്ക് ആം ആദ്മി പാർട്ടി പോകുന്നത്. 50 സീറ്റ് തങ്ങൾക്ക് വേണം എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെ ഒരു ആവശ്യം. നമുക്കറിയാം, ഈ ദേശീയ തലത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ ജനപ്രീതിയുള്ളൊരു പാർട്ടി കൂടിയാണ് ആം ആദ്മി പാർട്ടി. മാത്രമല്ല, വളരെ കുറച്ച് കാലം കൊണ്ട് രൂപീകൃതമായിട്ടൊരു പാർട്ടി കൂടിയാണ്. മാത്രമല്ല, ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെയൊക്കെ ജനപ്രീതിയും അവർ കണക്കിലെടുക്കുന്നുണ്ട്, കോൺഗ്രസ് കണക്കിലെടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗങ്ങളൊക്കെ കണക്കിലെടുത്ത്, ആ ഘടകങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയെ കൂടെ നിർത്താനുള്ളൊരു ശ്രമം ഹരിയാനയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്. പക്ഷേ അങ്ങനെ നോക്കുമ്പോഴും ഇവർക്ക് 3 or 4 കൂടി വന്നാൽ 5 സീറ്റ് നൽകാം എന്നൊരു കാര്യമാണ് പറയുന്നത്. പക്ഷേ 10 സീറ്റ് തങ്ങൾക്ക് വേണം എന്നുള്ളൊരു ആവശ്യമാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അത് നൽകാൻ കഴിയില്ല എന്ന് പറയുകയാണ് അവിടുത്തെ, അതായത് ഹരിയാനയിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭൂപിന്ദർ സിംഗ് ഹൂഡ അടക്കമുള്ള മുതിർന്ന നേതാക്കളൊക്കെ പറയുന്നത് അത്തരത്തിലാണ്. അതെന്തായാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്. ഇന്നിപ്പോൾ ഒരു വ്യക്തമായിട്ടുള്ളൊരു നിലപാട് കോൺഗ്രസ് അറിയിച്ചില്ല എങ്കിൽ നാളെ തന്നെ ആദ്യഘട്ട പട്ടിക പുറത്തിറക്കാൻ തയ്യാറെടുക്കുകയാണ് ആം ആദ്മി പാർട്ടി. അതുപോലെ തന്നെ നമുക്കറിയാം, ശ്രുതി, കഴിഞ്ഞ ദിവസമാണ് വിനേഷ് ഫോഗട്ട് കോൺഗ്രസിൽ ചേരുന്നത്. അവർക്കുള്ള സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ഒരു സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെതിരെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങളൊക്കെ രംഗത്ത് വരുന്നു. ഒരുപക്ഷെ സാക്ഷി മാലിക് അടക്കം വിമർശിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇപ്പോൾ ബ്രിജ്ഭൂഷൺ സിംഗ്, അതായത് ഗുസ്തി ഫെഡറേഷൻ്റെ മുൻ അധ്യക്ഷനാണ്, ഈ ലൈംഗികാരോപണം നേരിടുന്ന ഒരു വ്യക്തി കൂടിയാണ്, BJP നേതാവാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നു. അത് ഇങ്ങനെയാണ്. അതായത് അദ്ദേഹം പറയുകയാണ്, വിനേഷ് ഫോഗട്ടിനെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് കളിച്ച ഒരു നാടകമാണ് ഈ ഗുസ്തി ഫെഡറേഷൻ്റെ എതിരായിട്ടുള്ള, അല്ലെങ്കിൽ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട സമരം എന്നൊക്കെ പറയുന്നു. എന്തായാലും ഇപ്പോൾ കോൺഗ്രസിലേക്ക് വിനേഷ് ഫോഗട്ട് പോകുമ്പോൾ അവരുടെ ജനപ്രീതി ഇവിടെ കുറയുകയാണ്. അതായത് ഗുസ്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഗുസ്തി താരമെന്ന നിലയ്ക്ക് വലിയ രീതിയിൽ രാജ്യം അവരെ നെഞ്ചിലേറ്റ് നടക്കുന്ന ഒരു വ്യക്തിയാണ് വിനേഷ് ഫോഗട്ട്. പക്ഷേ അവർ ഇത്തരത്തിൽ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന പക്ഷം അവർക്കുള്ള ജനപ്രീതി കുറയും എന്ന് തന്നെയാണ് ബ്രിജ്ഭൂഷൺ സിംഗ് അല്പസമയം മുൻപ് പ്രതികരണം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇവരെ ഹരിയാനയിലേക്ക് വലിച്ചതിന് പിന്നിൽ ഈ ഭൂപേന്ദർ സിംഗ് ഹൂഡയാണ്. ഒരുപക്ഷെ ഈ ലൈംഗിക അതിക്രമം എന്ന ആരോപണം ഉന്നയിക്കുന്നതിനും അത്തരത്തിൽ സമരങ്ങൾ അഴിച്ചുവിടുന്നതിനും ഈ ഭൂപേന്ദർ സിംഗ് ഹൂഡയടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം നൽകിയിട്ടുണ്ടായിരിക്കാം എന്നുള്ളൊരു
നൽകിയിട്ടുണ്ടായിരിക്കാം എന്നല്ല, നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ബ്രിജ്ഭൂഷൺ സിംഗ് ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല വിനേഷ് ഫോഗട്ട് രാജ്യത്തുള്ള എല്ലാ പെൺകുട്ടികൾക്കും അപമാനമായി മാറുകയാണ് അവരുടെ ഒരു രാഷ്ട്രീയ പ്രവേശനം. അവർക്ക് ഗുസ്തി രംഗത്ത് മാത്രം നിന്നാൽ പോരെ, എന്തിനാണ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയത് എന്ന് തുടങ്ങിയ ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് ബ്രിജ്ഭൂഷൺ സിംഗിന്റെ ഭാഗത്ത് നിന്ന്. ഇത്തരത്തിലാണ് ഹരിയാനയിലെ ആ ഒരു രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം വിനേഷ് ഫോഗട്ടിനെ കോൺഗ്രസ് കൂട്ടാനുള്ള ചില കാര്യങ്ങളിൽ ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് ഈ BJPക്ക് എതിരായിട്ടുള്ള ഈ സമര പരിപാടികൾ, പ്രത്യേകിച്ചും കർഷകരുടെ സമരത്തിന് പിന്തുണ നൽകുന്ന ഒരു കാര്യം, അതുപോലെ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായിട്ടുള്ള സമരത്തിൽ അവർ മുൻപന്തിയിൽ നിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു കോൺഗ്രസ് ഒരു പോസിറ്റീവ് ഘടകങ്ങളായി കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിനേഷ് ഫോഗട്ടിനെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനെതിരെയാണ് ഇപ്പോൾ വിമർശനങ്ങളും ഉയർന്നു വരുന്നത്. എന്തായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നിലപാട് അവർ നേരത്തെ തന്നെ അറിയിക്കുന്നു. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് നൽകിയിരിക്കുകയാണ്. ഇന്ന് അവരുടെ, അതായത് കോൺഗ്രസിൻ്റെ കർശനമായിട്ടുള്ള ഒരു നിലപാട് അറിയാത്ത പക്ഷം തങ്ങളുടേതായിട്ടുള്ള രീതിയിലേക്ക് പോകും എന്നുള്ളൊരു കാര്യം കൂടി ആം ആദ്മി പാർട്ടി പറയുകയാണ്. ഒരു പക്ഷേ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ആം ആദ്മി പാർട്ടി പോവുകയാണെങ്കിൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് കാരണമാകും. മാത്രമല്ല ഇന്ത്യ മുന്നണിയിലും അതിൻ്റെ അലയൊലികൾ ഉണ്ടാകാനുള്ള സാധ്യത ശ്രുതി. വ്യക്തമാണ്. എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുമെന്നുള്ള കാര്യം നിർണായകമാണ്. ഹരിയാനയിൽ എന്തായാലും നാടകീയമായ നീക്കങ്ങൾ തന്നെയാണ് അരങ്ങേറുന്നത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കോൺഗ്രസിൽ അംഗത്വമെടുത്ത ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ജുലാന മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയാകും. ഒക്ടോബർ 5-നാണ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതേസമയം ബജ്രംഗ് പുനിയയെ അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചു. 90 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഹരിയാനയിൽ ആദ്യഘട്ടത്തിൽ 31 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. കോൺഗ്രസിൽ അംഗത്വമെടുത്ത ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ പാർട്ടി ജുലാന അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കും. മുന്നേ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറാണെന്ന സൂചനകൾ ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും നൽകിയിരുന്നു. തുടർന്നാണ് വിനേഷ് ഫോഗട്ടിനെ ജുലാനയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. ഗാർഹി സാപ്ല കിലോയ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയെയും പാർട്ടി മത്സരിപ്പിക്കുന്നുണ്ട്. സിറ്റിംഗ് MLA രേണുബാല അതേ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ജനവിധി തേടും. കൂടാതെ കോൺഗ്രസ് നേതാവ് മേവാ സിംഗ്, BJP മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നയാബ് സൈനി മത്സരിക്കുന്ന മണ്ഡലമായ ലാദ്വയിൽ നിന്ന് മത്സരിക്കും. ആദ്യ പട്ടികയിൽ 8 സംവരണ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് പ്രഖ്യാപിച്ചു.